പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. 73-ാം സങ്കീർത്തനം 28-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 73-ന്റെ-28. എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. പ്രിയരെ, ഈ വചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ. 73-ാം സങ്കീർത്തനം ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ്. അനേകം സങ്കീർത്തനങ്ങൾ ആസാഫിലൂടെ നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 28-ാം വാക്യത്തിനകത്ത് ആസാഫ് പറയുന്നത്. 1-ാം വാക്യം തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ ആസാഫ് സാഹചര്യങ്ങളിലേക്കും ചുറ്റുപാടുകളിലേക്കും മറ്റ് മനുഷ്യരിലേക്കും നോക്കുവാനിടയായി തീർന്നു. ആമേൻ. വാസ്തവത്തിൽ തിരുവചനം എഴുതിയിരിക്കുന്നത്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. 3-ാം വാക്യത്തിനകത്താണ് അങ്ങനെ പറയുന്നത്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി എന്ന് പറഞ്ഞാൽ ആസാഫ് ദുഷ്ടന്മാരെയും അഹങ്കാരികളെയും നോക്കുവാനിടയായി തീർന്നു. ആമേൻ. താഴോട്ട് വായിക്കുമ്പോൾ പല കാര്യങ്ങൾ തിരുവചനത്തിനകത്ത് പറയുകയാണ്. അവർക്ക് ഒട്ടും വേദനയില്ല, അവരുടെ ദേഹം തടിച്ചിരിക്കുന്നു. മാത്രമല്ല, അവർ അനുഭവിക്കുന്ന ധാരാളം നന്മകൾ കണ്ട് ആസാഫ് പറയുകയാണ്, എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. പ്രിയരെ, നോക്കാൻ പാടില്ലാത്തവരെ നോക്കിയാൽ, കാണരുതാത്തത് കണ്ടാൽ നമ്മുടെ കാലുകൾ ഇടറിപ്പോകുവാൻ, കാലടികൾ വഴുതിപ്പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊക്കെ ആസാഫ് പറഞ്ഞു. കുറെ കഴിഞ്ഞതിന് ശേഷം ഈ പ്രതികൂലങ്ങളിൽ നിന്നും പിന്മാറ്റത്തിൽ നിന്നുമൊക്കെ ആസാഫ് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം പറയുന്ന വരിയാണ് 28-ാം വാക്യം. എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, ദുഷ്ടന്മാരെ കണ്ടപ്പോൾ, അവരെ നോക്കിയപ്പോൾ ആസാഫിന്റെ കാല് ഇടറാനായി തുടങ്ങി. നമുക്കറിയാം, തിരുവചനം വായിക്കുമ്പോൾ കാറ്റ് കണ്ട പത്രോസ് താഴുവാനായി തുടങ്ങി. പ്രിയരെ, ജഡീകരെയും ലൗകികരെയും നോക്കിയാൽ നിശ്ചയമായിട്ടും നാം പിന്മാറ്റത്തിൽ പോകുവാൻ സാധ്യതയുണ്ട്, ഇടയുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം നമ്മളോട് പറയുന്നത്, നാം ആരെയാണ് നോക്കേണ്ടത്? ആമേൻ. ബൈബിൾ പറയുന്നത് നാം യേശുവിനെ നോക്കണം. അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. യേശുവിനെ മാത്രം നോക്കാനല്ല ബൈബിൾ പറയുന്നത്, അപ്പോസ്തലന്മാരെ നോക്കുവാൻ തിരുവചനം എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കരുതാത്ത ഇടത്ത്, കാണരുതാത്തത് കാണാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ മഹാകൃപ നിശ്ചയമായിട്ടും നമ്മുടെ മീതെ വെളിപ്പെടണം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 5-ാം വാക്യത്തിനകത്ത്
സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ അപ്പോസ്തലന്മാർ മുടന്തനായ മനുഷ്യനോട് പറയുന്നത്, ഞങ്ങളെ നോക്കുക, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന ഞങ്ങളെ നോക്കുക എന്നാണ്. ആമേൻ. പ്രിയരെ, നോക്കരുതാത്തവരെ നോക്കിയ ആസാഫിന്റെ ജീവിതത്തിൽ കാലുകൾ ഇടറുവാൻ തുടങ്ങി, കാലടികൾ വഴുതുവാനായി തുടങ്ങി. എന്നാൽ ആ സങ്കീർത്തനം താഴോട്ട് വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരു സമർപ്പണവും മാനസാന്തരവും മടങ്ങി വരവും ഒക്കെ ഉണ്ടായി ദൈവത്തിങ്കലേക്ക് തിരിച്ചു വന്നു. ശരിക്കും 23 തൊട്ടുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ അഭയം പ്രാപിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ആമേൻ. ഒരു മാത്ര ദുഷ്ടന്മാരെ നോക്കി പിന്മാറ്റത്തിൽ പോയെങ്കിലും, ഒരു മാത്ര ദുഷ്ടന്മാരുടെ അനുഗ്രഹം കണ്ടിട്ട് ഹൃദയം പതറിപ്പോയെങ്കിലും വളരെ വേഗത്തിൽ ആത്മിക അനുഭവങ്ങളിലേക്ക് ആസാഫ് മടങ്ങി വരികയാണ്. ഇന്ന് പകൽ ചുറ്റുപാടുള്ളവരും ലോകക്കാരും ദൈവത്തെ ആരാധിക്കാത്തവരും കൂട്ടുകാരും പാരമ്പര്യക്കാരും ഒക്കെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ദൈവമുഖത്ത് നിന്ന് ദൃഷ്ടി മാറ്റിയ, ലോകത്തിലേക്ക് നോക്കിയ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, പ്രിയരെ, ഇതൊരു മടങ്ങി വരവിന്റെയും സമർപ്പണത്തിന്റെയും ദൈവിക ഇടപെടലിന്റെയും പകലായി തീരട്ടെ. ലോകം വച്ചു നീട്ടിയ പലതിലേക്കും ശ്രദ്ധിച്ചവരും നോക്കിയവരും ആത്മിക ജീവിതത്തിൽ തകർന്നുപോയി, താണുപോയി, നശിച്ചുപോയി. വലിയ വിളിയുള്ളവർ പോലും നശിച്ചു പോകുവാൻ കാരണം ലോകം നൽകാമെന്ന് പറഞ്ഞ, ലോകത്തിലുള്ളവർ അനുഭവിക്കുന്നത് കണ്ട പല നന്മകളിലേക്കും, പല ആഡംബരങ്ങളിലേക്കും, പല സ്ഥാനമാനങ്ങളിലേക്കും നോക്കിയതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ സങ്കീർത്തനത്തിനകത്ത് ആസാഫ് ഒരു മാത്ര ആകുലനായി തീർന്നെങ്കിലും വളരെ വേഗം ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നു. സങ്കീർത്തനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ 28-ാം വാക്യത്തിനകത്ത് പറയുന്നത്, എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ആസാഫിന് മാത്രമല്ല, ഈ സങ്കീർത്തനം വായിക്കുന്ന മുഴുവൻ പേർക്കും അല്ല, ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, ഇനി ജനിക്കുവാനിരിക്കുന്ന മുഴുവൻ പേർക്കും ഏറ്റവും നല്ലത് ദൈവത്തോടടുത്തിരിക്കുക എന്നുള്ളതാണ്. പ്രിയരെ, പാപപങ്കിലമായ ഈ ലോകത്ത്, ശാപം നിറഞ്ഞ ഈ ലോകത്ത്, ശത്രുവാരെ തകർക്കണമെന്ന് ആരാഞ്ഞെടുക്കുന്ന ഈ ലോകത്ത് ദൈവത്തോടടുത്തിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നിശ്ചയമായിട്ടും ദൈവത്തോട് നാം അടുത്തിരുന്നാൽ ലോകത്തിൽ നിന്നും, ലോകത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് കഴിയും. ഒന്നാമത്തെ കാര്യമാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ലത് ദൈവത്തോടടുത്തിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതം മുതൽ കുറെ കൂടെ ദൈവത്തോടടുത്ത് വരുവാൻ, കുറച്ചുകൂടെ ദൈവത്തോടടുത്തിരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് സമം ദൈവത്തെ സ്തുതിക്കേണ്ടതിന്, ദൈവത്തെ ആരാധിക്കേണ്ടതിന്, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. ഒന്നാമത്തെ കാര്യം, ദൈവത്തോട് എനിക്ക് അടുത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം ആസാഫ് പറയുന്നത്,
ദൈവത്തിന്റെ സകല പ്രവൃത്തിയെയും വർണ്ണിക്കേണ്ടതിന് നമുക്കറിയാം, പലപ്പോഴും ദൈവപ്രവൃത്തിയുടെ ശ്രേഷ്ഠത കാലത്തിന്റെ പോക്കിൽ നാം മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നാം കാണാതിരിക്കും. നമ്മെ രക്ഷിച്ച, വിടുവിച്ച, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ആ ദൈവപ്രവൃത്തി വർണ്ണിക്കേണ്ടതിന്, ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിച്ച വിധങ്ങളെ ഓർത്ത് സ്തുതിച്ച് ആരാധിക്കേണ്ടതിന് യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. പ്രിയരെ, ദൈവം നമ്മുടെ സങ്കേതമായി മാറിയാൽ, ദൈവത്തോട് നാം അടുത്തിരുന്നാൽ, ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ളൊരു നല്ല ജീവിതം നയിക്കുവാൻ, ആത്മിക തീഷ്ണതയുള്ള ജീവിതം നയിക്കുവാൻ, ആത്മിക സന്തോഷം അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാമോ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി? പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. കരുണയുള്ള കരങ്ങളിൽ ഓരോരുത്തരെയും ദൈവം വഹിക്കണമേ. പൊന്നുകരങ്ങളിൽ താങ്ങുന്നത് കൊണ്ട് സ്തോത്രം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.